സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരാറ് വരികയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ. നിൽക്കുന്നുണ്ട്. പറയാനുള്ള 2 വാക്ക്. അഖിൽമാരാറ് നിൽക്കണ വെറുതെയാണ്. കാരണം അത്ര വലിയ വോട്ടൊന്നും കിട്ടില്ല. കാരണം ഇത് സിറ്റിംഗ് ആയിട്ട് UDFന്റെ വാർഡാണ്. അപ്പോൾ അവിടെ എങ്ങനെ അഖിൽമാരാറെന്നുള്ളൊരു നമ്മൾ പറഞ്ഞ പുള്ളി മറ്റേ ബിഗ് ബോക്സിലൊക്കെ മത്സരിച്ച് അങ്ങനെ വന്നേക്കുന്ന ഒരു മെമ്പറല്ലേ. ഒരു ജനഇതുണ്ട്. പക്ഷെ അയാളെ ഒരു കോൺഗ്രസിന്റെ നിലപാടിൽ നിന്നേച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ മാറി പറയണതിനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായം. അഖിൽമാരാർക്ക് ഒരു അവസരം കൊടുത്തുകൂടെ തൃക്കാക്കര ഭരിക്കാൻ? അഖിൽമാരാർക്ക് ഒരു അവസരം കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ച പോലെ ഈ നല്ല ജനങ്ങളും പിന്നെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ വിലയിരുത്തൂലേ. ഇതിപ്പോൾ പഴയ ആൾക്കാർ ഇതല്ലല്ലോ നമ്മളിത് പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലേ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ അപ്പം കാണുന്ന കാര്യങ്ങൾ ആ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ചേട്ടൻ വോട്ട് കൊടുക്കുമോ? ഞാൻ വോട്ട് പോയില്ല. ചേട്ടൻ ഒരു അവസരം കൊടുത്തു അഖിൽമാരാർക്ക്. ഞാൻ എങ്ങനെ ഒരു അവസരം കൊടുക്കും? ഞാൻ എൻ്റെ വോട്ട് വെറുതെ പാഴാക്കി എന്നിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ട്? അഖിൽമാരെ നേരിട്ട് എന്ന് പറഞ്ഞാലും ചേട്ടൻ ഇല്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ മൂത്തോക്കി പറയും തരില്ല. കാരണം ഞാൻ അങ്ങനെ തരുമെന്ന് പറയണത് എൻ്റെ വോട്ട് ഞാൻ ഒരിക്കലും കൊടുക്കില്ല. ഞാൻ UDFന് കൊടുക്കാനുള്ള വോട്ടാണ്.